ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റിനെ കുറിച്ചാണ്. എവിടെയൊക്കെയാണ് പ്രധാനമായും ഇറ്റ് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച്. അതിനു മുന്നേ ഞാൻ രണ്ട് വാക്കുകൾ വേറെ പറയാം. നൗൺ, പ്രോനൗൺ. ഏതൊരു വസ്തുവിൻ്റെയും പേരിനെ നമുക്ക് നൗൺ എന്ന് പറയാം. ആളുകളുടെ പേരോ ഒബ്ജക്റ്റിൻ്റെ പേരോ ഐഡിയാസിൻ്റെ പേരോ ഏത് പേരിനെയും നമ്മൾ ഇംഗ്ലീഷിൽ നൗൺ എന്നാണ് പറയുന്നത്. ഇനി ആ നൗൺ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ ആവർത്തനം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ മറ്റു ചില വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അത്തരം വാക്കുകളെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. ആവർത്തിച്ചു വരുന്ന നൗണുകളെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് നമുക്ക് പ്രോനൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഞാൻ രാഹുലിനെ പറ്റി പറയാണ്. രാഹുൽ ഈസ് എ ടോൾ ബോയ്. വീണ്ടും ഞാനിവിടെ രാഹുലിനെ പറ്റി പറയാണ്. രാഹുൽ ഈസ് സ്മാർട്ട്. ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഞാൻ രാഹുലിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ സെൻറ്റൻസിലും ഞാൻ രാഹുൽ രാഹുൽ എന്ന് ആവർത്തിക്കേണ്ട. രണ്ടാമത്തെ സെൻറ്റൻസ് മുതൽ രാഹുൽ എന്നതിന് പകരം എനിക്ക് ഹി എന്ന് പറയാം. ഇത് ഒരു ആണായതുകൊണ്ടാണ് ഞാനിവിടെ ഹി എന്ന് ഉപയോഗിച്ചത്. രാഹുൽ എന്നതിന് പകരം റാണി എന്നായിരുന്നെങ്കിൽ ഞാൻ ഷീ എന്ന് ഉപയോഗിക്കുമായിരുന്നു. ഇത്തരത്തിൽ നൗണിനെ റീപ്ലേസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുന്നത്. രാഹുൽ എന്നതിന് ഹി എന്ന് എഴുതാമെന്ന് പറഞ്ഞു. റാണി എന്നതിന് ഷീ എന്നും എഴുതാം. ഇനി ഇതല്ലാതെ ടേബിൾ എന്നതാണ് നൗൺ എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി ടേബിളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇവിടെ നമുക്ക് ഹി അല്ലെങ്കിൽ ഷീ എന്ന് പറയാൻ പറ്റില്ല. പകരം നമ്മൾ ഏത് പ്രോനൗൺ ആണ് ഉപയോഗിക്കുന്നത് അതാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് പ്രധാനമായും യൂസ് ചെയ്യുന്നത് റെഫറിങ് ടു ഒബ്ജക്റ്റ്. ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ എന്നിവയുടെ പേര് സ്ഥിരമായി റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിന് പകരം നമുക്ക് എന്തുപയോഗിക്കാം? ഇറ്റ് ഉപയോഗിക്കാം. ഇപ്പോൾ ഒബ്ജക്ട്സിന് ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞ ടേബിൾ, അതല്ലെങ്കിൽ പേപ്പർ, ട്രീ, ടോയ്സ്. ഇതെല്ലാം ഒബ്ജക്റ്റുകൾക്ക് ഉദാഹരണമാണ്. ഇനി സെൻറ്റൻസ് വെച്ച് നമുക്ക് നോക്കാം. ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ദ ബുക്ക് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഇവിടെ നമ്മൾ ബുക്ക് എന്ന നൗണിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ നമ്മൾ ആ നൗണിൻ്റെ പേര് പറയും. ബുക്ക് എന്നത് ഒരു ഒബ്ജക്റ്റ് കൂടിയാണ്. ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ഇനി വീണ്ടും കണ്ടിന്യൂസ്ലി നമ്മൾ അതേ നൗണിനെ പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിൽ, ആ നൗൺ ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ നമുക്കവിടെ ഇറ്റ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് എന്നാണ്. വീണ്ടും നമ്മൾ അതേ നൗണിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇറ്റ് എന്ന് തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ഇറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? ഇവിടെ ആദ്യം ഉപയോഗിച്ച നൗണിനെയാണ്, ദ ബുക്ക്. ഇനി ഈ സെൻറ്റൻസ് നോക്കിയേ. ഹിയർ ഈസ് യുവർ ബാഗ്, ടേക്ക് ദ ബാഗ് അവേ. ഇവിടെയും നമ്മൾ നൗൺ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ബാഗ് എന്ന നൗൺ അതൊരു ഒബ്ജക്റ്റാണ്. അപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസിൽ നമുക്ക് ടേക്ക് ദ ബാഗ് എന്ന് പറയണ്ട, ടേക്ക് ഇറ്റ് അവേ എന്ന് പറഞ്ഞാൽ മതി. ഈ ഇറ്റ് റെഫർ ചെയ്യുന്നത് എന്തിനെ തന്നെയാണ്? ആദ്യം പറയുന്ന ബാഗിനെ തന്നെയാണ്. ഈ സെൻറ്റൻസ് നോക്കിയേ. ദ ബേബി വാസ് ക്രൈയിങ് ലൗഡ്ലി. ദ ബേബി മസ്റ്റ് ബി ഹംഗ്രി. ഇവിടെ നമ്മൾ ബേബിയെക്കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ സെൻറ്റൻസും അതേ ബേബിയെക്കുറിച്ച് തന്നെയാണ്. ബേബി എന്നത് ഒരു ഒബ്ജക്റ്റ് അല്ല, മറിച്ച് ഹ്യൂമൻ ബീയിങ് ആണ്. സാധാരണ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിനെ ഹീ അല്ലെങ്കിൽ ഷീ വെച്ചാണ് റെഫർ ചെയ്യുന്നത്, ഇറ്റ് എന്ന് പറയാറില്ല. പക്ഷേ ഇവിടെ ബേബി എന്ന് മാത്രമാണ് പറയുന്നത്. ബേബി ബോയ് ആണോ ഗേൾ ആണോ എന്ന് നമുക്കറിയില്ല. ജെൻഡർ അറിയാത്തത് കൊണ്ട് വീണ്ടും ബേബിയെ പറ്റി പറയുമ്പോൾ അതൊഴിവാക്കി ഇവിടെ നമുക്ക് ഇറ്റ് എന്ന പ്രോനൗൺ ഉപയോഗിക്കാം. ദ ബേബി വാസ് ക്രൈയിങ് ലൗഡ്ലി, ഇറ്റ് മസ്റ്റ് ബി ഹംഗ്രി. ജെൻഡർ അറിയാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ഇറ്റ് ഉപയോഗിക്കുന്നത്.
അല്ലായിരുന്നെങ്കിൽ ഹി ഓർ ഷീ ഉപയോഗിക്കുമായിരുന്നു. ഇനി ഈ എക്സാമ്പിൾ നോക്കിയേ. ദ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ്. ദ ക്യാറ്റ് ഈസ് ക്യൂട്ട്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ക്യാറ്റിനെ കുറിച്ചാണ്. ഇതൊരു ആനിമൽ ആണല്ലേ. ആനിമൽസ് റെഫർ ചെയ്യുമ്പോൾ അവയുടെ ജെൻഡർ അറിയില്ല എങ്കിൽ നമുക്കിവിടെ ഇറ്റ് ഉപയോഗിക്കാം. ദ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ്. ഇറ്റ് ഈസ് ക്യൂട്ട്. ആനിമൽസിൻ്റെ ജെൻഡർ അറിയില്ല എങ്കിൽ മാത്രമാണ് നമ്മളവിടെ ഇറ്റ് റെഫർ ചെയ്യുന്നത്. ഈ ക്യാറ്റ് എൻ്റെ പെറ്റ് അനിമൽ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ പേര് പറയുന്നില്ല, ക്യാറ്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ദ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ്. ഹീ ഈസ് ക്യൂട്ട്. ഇവിടെ എനിക്ക് ഹീ ഉപയോഗിക്കാം. കാരണം എന്താണ്? എൻ്റെ പെറ്റ് ഹീ ആണോ ഷീ ആണോ എന്ന് എനിക്ക് അറിയാൻ പറ്റും. അത്തരം കേസിൽ നമുക്ക് പേര് പറഞ്ഞില്ല, ജെൻഡർ പറഞ്ഞില്ലെങ്കിലും ഹീ അല്ലെങ്കിൽ ഷീ ഉപയോഗിക്കാം. ജനറൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ജെൻഡർ അറിയില്ല എങ്കിൽ അവിടെ നമ്മൾ ഇറ്റാണ് ഉപയോഗിക്കുന്നത്. ഈ എക്സാമ്പിൾ നോക്കിയേ. ഐ ഫൗണ്ട് എ റാബിറ്റ് ഓൺ ദ റോഡ്. എ റാബിറ്റ്, ഒരു റാബിറ്റ്. ദ റാബിറ്റ് ലുക്ഡ് ലോസ്റ്റ്. വീണ്ടും നമ്മൾ അതേ റാബിറ്റിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ആനിമൽ ആണ്, ജെൻഡർ അറിയില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സെൻറ്റൻസിലെ നൗണിന് പകരം നമുക്ക് ഇറ്റ് ഉപയോഗിക്കാം. ഇറ്റ് ലുക്ഡ് ലോസ്റ്റ്. ലവ് ഈസ് പവർഫുൾ. ലവ് ക്യാൻ ചേഞ്ച് ലൈഫ്. ഇവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് ലവ് എന്ന് പറയുന്ന നൗണാണ്. ഇത്തരം നൗൺസിനെ നമ്മൾ അബ്സ്ട്രാക്റ്റ് നൗൺ എന്നാണ് പറയുന്നത്. അബ്സ്ട്രാക്റ്റ് നൗൺ. അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫീലിങ്സ്, സിറ്റുവേഷൻസ്, ഇമോഷൻസ്, അതായത് നമുക്ക് കാണാൻ കഴിയാത്ത വസ്തുക്കൾ, ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന് പകരം നമുക്ക് എന്തുപയോഗിക്കാം? ഇറ്റ് എന്ന പ്രോനൗൺ ഉപയോഗിക്കാം. ലവ് എന്നത് ഒരു അബ്സ്ട്രാക്റ്റ് നൗൺ ആണ്. അതിന് പകരം ആവർത്തനം ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇറ്റ് ഉപയോഗിക്കാം. ലവ് ഈസ് പവർഫുൾ. ഇറ്റ് ക്യാൻ ചേഞ്ച് ലൈഫ്. ഈ എക്സാമ്പിൾ നോക്കിയേ. ഹാപ്പിനെസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ വെൽബീയിങ്. ഹാപ്പിനെസ് ക്യാൻ ഇംപ്രൂവ് ഓവറോൾ ഹെൽത്ത്. ഇവിടെയും ഒരു അബ്സ്ട്രാക്റ്റ് നൗൺ, ഹാപ്പിനെസ് എന്ന് പറയുന്ന ഇമോഷനാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അബ്സ്ട്രാക്റ്റ് നൗണാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതെങ്കിൽ അതിന് പകരം നമുക്ക് ഇറ്റ് ഉപയോഗിക്കാം. ഹാപ്പിനെസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ വെൽബീയിങ്. ഇറ്റ് ക്യാൻ ഇംപ്രൂവ് ഓവറോൾ ഹെൽത്ത്. സോ അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇമോഷൻസ്, സിറ്റുവേഷൻസ്, കോൺസെപ്റ്റ്, നമുക്ക് കാണാൻ സാധിക്കാത്ത, ടച്ച് ചെയ്യാൻ സാധിക്കാത്ത വസ്തുക്കളെയാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഇറ്റ് എന്ന പ്രോനൗൺ, ഇറ്റ് എന്ന പ്രോനൗൺ എവിടെയെല്ലാം യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് റെഫറിങ് ടു ഒബ്ജക്റ്റ്, ലൈഫ്ലെസ്, ജീവനില്ലാത്ത ഏതൊരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് ഇറ്റ് റെഫർ ചെയ്യാവുന്നതാണ്. റെഫറിങ് ടു ആനിമൽസ്, ആനിമൽസ്, ഹ്യൂമൻ ബീങ്സ്, ജെൻഡർ അറിയാത്ത ഏതൊരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോഴും അവിടെ നമുക്ക് ഇറ്റ് ഉപയോഗിക്കാം. ദെൻ അബ്സ്ട്രാക്റ്റ് നൗൺസ്. അബ്സ്ട്രാക്റ്റ് നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാനോ ടച്ച് ചെയ്യാനോ സാധിക്കാത്ത നൗൺസ്, ഫീലിങ്സ്, ഇമോഷൻ എന്നിവയിൽ ഏതിനെക്കുറിച്ച് പറയുമ്പോഴും അത്തരം നൗൺസിൻ്റെ ആവർത്തനം ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.